പൊതുസമൂഹത്തിനടുത്ത് ചാനൽ ചർച്ചയിൽ വരുന്നവർക്ക് ഭീമമായ എമൗണ്ട് റെമ്യൂണറേഷൻ ഉണ്ടെന്നുള്ളൊരു പൊതു സംസാരമുണ്ട്. എന്റെ വീട്ടിൽ പ്രശ്നം ഒരു കാലത്ത് ഏഷ്യാനെറ്റിന്റെ ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് പൈസ കൊടുത്തിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ പുനഃസ്ഥാപിക്കണം. അല്ലെ നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല. വസീഫ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. നാഷണൽ ചാനൽസിലൊക്കെ ഒരുപാടല്ല, പക്ഷെ സ്റ്റാൻഡേർഡ് ഓണററി ഉണ്ട്. നമ്മുടെ ചാനൽസും ഒരു സ്റ്റാൻഡേർഡ് ഓണററി. അല്ലെ രാഹുലെ, ഞാൻ പറയുന്നത് ഏതെങ്കിലും ചാനലിൽ പൈസ കൊടുക്കുന്നത് നമ്മളതിനെതിരല്ല. അങ്ങനല്ല, നിങ്ങൾ മാതൃക കാണിക്കണം. ചാനലുകൾക്ക് മാതൃക കളിക്കുന്ന ആളുകളാണ് ഇന്നത്തെ പരിപാടി. ചാനലുകൾ ധാരാളം പൈസ കൊടുക്കുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ ധാരാളം ചർച്ചകളിൽ രാവിലെ അല്ല വൈകിട്ടും മിക്കവാറും 4-5 ചാനലിലൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത കാലം ഉണ്ടായിരുന്നു. അപ്പൊ ആളുകളുടെ ധാരണ എനിക്ക് ഇതിലത്തെ ജോലിയുള്ള ആളാന്നാണ്. അപ്പൊ ട്രെയിനിൽ പോകുമ്പോ എന്നോട് ചോദിക്കാം, അപ്പൊ സാറിന്ന് ലീവാണോ ചോദിക്കാം. അതുപോലെ അപ്പൊ ആളുകളുടെ പല ആളുടെയും ധാരണ ഈ നമ്മളൊരു 5 ചാനലിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാല് ഒരു വലിയ തുക നമുക്ക്. പക്ഷെ ഒരു കാര്യം, ഏഷ്യാനെറ്റ് ആദ്യം പൈസ ദൂരദർശൻ അല്ലല്ല. ഞാന് മാഷ് എനിക്ക് ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത് പൈസ ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത് 1986 മാഷ് അവിടുന്ന് ആകാശവാണിയിൽ പോയല്ലോ. ആ സമയത്ത് ഇവിടെ ദൂരദർശൻ വരാത്തതിന് മുമ്പ് ആദ്യത്തെ ചർച്ച അന്ന് റേഡിയോയിലാണ്. മണ്ണിന്റെ മക്കൾ വാദം എന്ന് പറയുന്ന ഒരു വിഷയത്തില് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചു. മാഷാണ് വിളിച്ചത്. മാഷ്ക്ക് ഓർമ്മയുണ്ടാവില്ല, ടി പി സുധാരൻ മാഷ് വഴി വിളിച്ചാണ്. അന്ന് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റേറ്റ് ലൈബ്രറിയൻ ശോഭന അന്ന് ചർച്ചയിൽ എന്റെ കൂടെയുള്ള പാനലിസ്റ്റാണ്. അന്ന് എനിക്ക് പിന്നെ ആകാശവാണി തന്നത് 50 രൂപയാണ്. 41 രൂപയായിരിക്കും. 50 രൂപ. 41 ചാർജ്. അല്ലല്ല, 50 രൂപ. അത് കഴിഞ്ഞിട്ട് ദൂരദർശൻ ഇപ്പൊ അറിയാൻ വേണ്ടി പറയാണ്, ഈ ദൂരദർശനില് ഈ പാനൽ ഡിസ്കഷൻ ആരംഭിക്കുമ്പോ നമ്മളിപ്പോ വന്നിരുന്ന് ആരംഭിച്ചല്ലോ. ഇപ്പൊ നമുക്ക് എങ്ങനെ പാനൽ ഡിസ്കഷൻ എങ്ങനെയാന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അന്ന് ആർക്കും പാനൽ ഡിസ്കഷൻ എങ്ങനെയാണെന്നും ചാനൽ ഡിസ്കഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ അന്ന് ദൂരദർശനിൽ നമ്മളെല്ലാവരും വിളിച്ച് രാവിലെ വരാൻ പറയും 10 മണിക്ക്. വന്നു കഴിഞ്ഞാൽ പാനലിസ്റ്റിനെ എല്ലാം വിളിച്ചിരുത്തി ഒരു റൗണ്ട് ടേബിളിനകത്ത് ഇരുത്തിയിട്ട് ഈ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥ വന്നിട്ട് നമ്മുടെ ട്രെയിനിങ് നടത്തും. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ആദ്യം ആര് സംസാരിക്കണം, രണ്ടാമത് ആര് സംസാരിക്കണം, സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയാമോ, ഇങ്ങനെ ട്രെയിനിങ് നടത്തിയ ഒരു ഊണൊക്കെ തന്ന ഉച്ചയ്ക്ക് ശേഷമാണ് റെക്കോർഡിംഗ് നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഡാൻസിന്റെ റിഹേഴ്സൽ ആയിരുന്നു. അന്ന് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അല്ല, ഡാൻസിന്റെ റിഹേഴ്സൽ കൊടുക്കുന്ന പോലെ തന്നെയായിരുന്നു. അന്ന് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. റിഹേഴ്സൽ നടത്തിയിട്ടാണ് ചർച്ച നടത്തി. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തുള്ള ആളാണ്. നിങ്ങളുടെ മാഷുടെ നമ്മൾ തമ്മിൽ ഇതിലിരിക്കുന്നതിൽ ഏറ്റവും സീനിയർ ഞാനായിരിക്കും ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ. നമ്മൾ തമ്മിലിന്റെ 6ാമത്തെ 7ാമത്തെ എപ്പിസോഡ് മാഷ്ക്ക് ഓർമ്മയുണ്ട് പറയും രക്തസാക്ഷികളെ സംബന്ധിച്ച് എപ്പിസോഡിൽ അന്ന് നമ്മൾ കളി പഠിച്ചു തുടങ്ങി. പിന്നെ നമ്മള് ദൂരദർശൻ അല്ല, നിങ്ങളുടെ ഏഷ്യാനെറ്റിൽ തന്നെ ഒരു സുകുമാർ അഴീക്കോട് പങ്കെടുത്ത അതുപോലെ ആദ്യകാലത്ത് അന്നാണ് ഇതുപോലെ സ്റ്റെപ്പൊക്കെ പ്രത്യേകം കെട്ടിയുണ്ടാക്കി ഓപ്പൺ എയർ സ്റ്റുഡിയോയിൽ വെച്ചിട്ടുള്ള വലിയൊരു ഷൂട്ടിംഗ് നടക്കുന്ന പോലെയാണ്. വലിയ പരിപാടിയായിട്ടാണ് അന്ന് ഡിസ്കഷൻസ് ഒക്കെ നടന്നത്. ആ കാലത്ത് നിന്ന് മാറി നമ്മള് പിന്നെ ഇവിടെ ഇവര് ആങ്കർമാര് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും, സാർ ഇത് ഏഷ്യാനെറ്റിൽ നിന്നാണ്, ഞാൻ സ്റ്റുഡിയോയിൽ കൊടുക്കുന്നുണ്ടെന്ന് പറയും. സ്റ്റുഡിയോയിൽ കൊടുക്കുമ്പോഴാണ് നമ്മൾ അറിയും വിഷയം എന്നാന്നുള്ളത്. അത്ര മര്യാദ പോലും കാണിക്കാതെ നമ്മൾ വിളിക്കും. നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മളൊരു പത്രത്തിൽ കോളം എഴുതുന്നത് പോലത്തെ ഒരു കാര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചാനൽ ഡിസ്കഷനിൽ വന്ന് പങ്കെടുക്കുക. അതിലും പവർഫുൾ ആയിരിക്കും, അതിനേക്കാൾ പവർഫുൾ ആണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം സുല്ലേ, ഞാൻ എല്ലാവർക്കും വേണ്ടി ഈ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്താൽ പൗഡർ വാങ്ങിക്കാനുള്ള പൈസ പോലും കൊടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.